ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ജോക്കുട്ടൻ്റെ സ്കൂളിൽ പ്ലക്കാർഡ് തയ്യാറാക്കി കൊണ്ടുപോകണമെന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ചിന്നുവാണ് പ്ലക്കാർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വർക്ക്സൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അവൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതൊക്കെ ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അവളെ തന്നെ ഞാൻ ഇത് ഏറ്റെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ പ്ലക്കാർഡ് തയ്യാറാക്കാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ജോക്കുട്ടനും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ സ്കെച്ചും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അതൊക്കെ വീട്ടിലാണ്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ജോക്കുട്ടൻ്റെ സ്കെച്ച് പെന്നും കളർ പെൻസിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന ശേഷമാണ് ഇങ്ങനെ മെസ്സേജ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ തൊട്ട് നൈബർ ആയിട്ടുണ്ടായിരുന്ന പൊന്നൂസിൻ്റെ എന്നാണ് ഞങ്ങൾ സ്കെച്ച് പെന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വെച്ചിട്ട് ഇതുപോലെ പ്ലക്കാർഡ് തയ്യാറാക്കാൻ റെഡിയായിരിക്കുമായിരുന്നു. അപ്പോൾ ജോക്കൂട്ടൻ്റെ പെൻസിലൊന്ന് ചോദിച്ച് വാങ്ങിയതായിരുന്നു, പക്ഷേ ജോക്കൂട്ടൻ കൊടുക്കുന്നുണ്ടായിരുന്നില്ല പെൻസിൽ വരയ്ക്കാനായിട്ട്. അങ്ങനെ ജോക്കൂട്ടൻ ഇടയ്ക്ക് വെച്ച് പിണങ്ങി പോവുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഒരു തീമാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് പ്ലക്കാർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. വരയ്ക്കാനൊക്കെ ഇഷ്ടമായതുകൊണ്ട് ചിന്നു ഇങ്ങനെ വരയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ നന്നായി പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ വരച്ച് വന്നപ്പോഴാണ് അറിയുന്നത് ഈ ഒരു റൗണ്ട് ചെറുതായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൊന്നൂസിൻ്റെ കയ്യിൽ കോമ്പോസും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ച് വരയ്ക്കുന്നത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഈ കോമ്പോസൊക്കെ നമ്മൾ കൈകൊണ്ട് തൊടുന്നതല്ലേ. അതിനുശേഷം ഇപ്പോഴാണ് കോമ്പോസ് കൈകൊണ്ട് തൊടുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ഇംപെർഫെക്ഷൻ ആദ്യം ഉണ്ടായിരുന്നു, പക്ഷേ അവൾ ഓക്കെ ആക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു. അതിന് പുറത്തുള്ള ഒരു റൗണ്ട് കൂടെ വരയ്ക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് എത്തുന്നുണ്ടായിരുന്നു. നമ്മൾ അളവൊന്നും കറക്റ്റ് ആയിരുന്നില്ല. അങ്ങനെ ചിന്നു ഇത് മാറ്റി ബാക്ക് സൈഡ് തന്നെ ഒന്നേന്ന് വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾ ആദ്യം വരച്ചപ്പോൾ ഇതുപോലെ മെഷർമെൻ്റ് ഒന്നും എടുക്കാണ്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് സെക്കൻഡ് റോ തയ്യാറാക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ മെഷർമെൻറ്റൊക്കെ എടുത്തിട്ടാണ് ഇനി അടുത്ത് വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഈ പിക്ചർ വരയ്ക്കുമ്പോൾ തന്നെ ഞങ്ങൾ ജോക്കുട്ടിന് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ വരയ്ക്കുന്ന ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ ചെറിയ പ്രായത്തിൽ നമുക്ക് നല്ലത് ഏതാ ചീത്ത ഏതാണെന്ന് നമ്മൾ പാരൻസും മുതിർന്നവരൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുഞ്ഞു പിള്ളേരെ ചെറു പ്രായത്തിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇത് എന്താണ്, ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, ഇത് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ജോക്കുട്ടന് ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഹോംവർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതും കൂടെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. കഞ്ചാവാണോ അടിക്കുന്നത്? സോറി, ഞാൻ കഞ്ചാവ് അടിക്കാത്തതുകൊണ്ട് കഞ്ചാവ് എങ്ങനെ ഇരിക്കണമെന്ന് എനിക്ക് അറിയില്ല. ഇത് ഇവിടെ വരയ്ക്കണത്. ഗൈസ്, ചിന്നു കഞ്ചാവിൻ്റെ ഇല വരച്ചുകൊണ്ടിരിക്കുന്നു. ലീഫ് ഓഫ് ഗഞ്ച. ഏതാണ്ടൊക്കെ വരച്ച് റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് നമുക്കിതൊന്ന് ഒട്ടിച്ചൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ജോക്കൂട്ട വന്നിട്ടുണ്ടായിരുന്നു ഇതൊന്ന് പശ കൊണ്ടൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹെൽപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ്, പക്ഷേ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരട്ടി പണി ചെയ്ത് വെക്കും. അതാണ് ജോക്കൂട്ടൻ്റെ ഒരു ക്യാരക്ടർ. നമ്മുടെ പ്ലക്കാർഡ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ഗുഡ് ഹെൽത്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ബൈ.